ബംഗാളിലെ ആർ.ജി. കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ നേരിട്ടത് ക്രൂരപീഡനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വകാര്യ ഭാഗങ്ങളിലടക്കം മാരകമായ മുറിവുണ്ടായി. ചെറുത്തുനിൽക്കാനുള്ള ശ്രമത്തിനിടെ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ മേധാവി ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഡോക്ടേഴ്സ് രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എങ്ങനെയാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? ഇതിന്റെ നിയമ നടപടികളുടെ പുരോഗതി എന്താണ്? വേണു, രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. കൊൽക്കത്ത ആർ.ജി. കർ മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് അവർക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും ഒപ്പം തന്നെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുമാണ് ഡോക്ടർമാരുടെ ആവശ്യം എന്നുള്ളത്. ഇതുവരെ ചർച്ചകളോ മറ്റോ പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകൾ, ഈ മെഡിക്കൽ രംഗത്തുള്ള നഴ്സസ്മാരുടെ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങും എന്ന തരത്തിലാണ് ഡോക്ടർമാരിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സഞ്ജയ് റോയ് എന്ന പ്രതി സിവിക് പോലീസ് വോളണ്ടിയർ ആണ്. ഇയാളാണ് കൃത്യം നടത്തിയത് എന്ന് തന്നെയാണ് പോലീസിന്റെ വിശദീകരണം. ഇപ്പോൾ 14 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. എന്നാൽ ഇതിൽ കൂടുതൽ ദുരൂഹതകളുണ്ട് എന്നാണ് റെസിഡന്റ് ഡോക്ടർമാർ അടക്കമുള്ളവരുടെ ആരോപണം. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബാംഗങ്ങളും ഇത്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ആശുപത്രിയുടെ സൂപ്രണ്ടാണ് മരണവിവരം വീട്ടിൽ വിളിച്ച് അറിയിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ബന്ധുക്കളെ ഈ ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചത്. പിന്നീട് ആണ് ഇതിന് പിന്നിൽ ബലാത്സംഗം നടന്നിരുന്നു എന്നും കൊലപാതകമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള വിവരങ്ങൾ ബന്ധുക്കൾ അറിയുന്നത്. ഇത്തരത്തിൽ ദുരൂഹതകൾ ഒട്ടേറെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു. കൂടാതെ ഈ സഞ്ജയ് റോയ് എന്ന പ്രതിയെ കൂടാതെ മറ്റ് 7 പേർ ഈ സംഭവം നടക്കുന്ന കുറ്റകൃത്യം നടന്ന സമയത്ത് ഈ ആശുപത്രിയുടെ 4ാം നിലയിലുള്ള CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. പല സമയങ്ങളിലായി ഇവർ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ആശുപത്രിയിലെ 7 റെസിഡന്റ് ഡോക്ടർമാർക്കൊപ്പം ഇരുന്നാണ് ഈ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായി ഈ ഡോക്ടർ ഭക്ഷണം കഴിച്ചത്. ഇതുകൊണ്ടെല്ലാം തന്നെ മറ്റ് ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി മമതാ ബാനർജി ഞായറാഴ്ചയ്ക്കകം പോലീസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കേസ് CBIക്ക് വിടും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. വീണു. ശരി, ബൽറാമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.